ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുള്ള പണിത്തിരക്കിലാണേ. ഇന്ന് മോന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനുണ്ട്. അതുപോലെ തന്നെ അനിയത്തിയും ഉണ്ട്. അനിയത്തിക്ക് ജോലിക്ക് പോകുമ്പോൾ ചോറ് വേണം. അപ്പം ഞാൻ വിചാരിച്ചു ആ വ്ളോഗ് ഒന്ന് എടുക്കാമെന്ന്. മോന് സ്കൂളിൽ നിന്ന് ചോറൊക്കെ ഉണ്ട്. പക്ഷെ അവനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൊണ്ടുപോകുന്ന ദിവസം എന്തെങ്കിലും സ്പെഷ്യലും വേണം. അങ്ങനെ ഞാൻ വാങ്ങിയത് ആ കാടമുട്ട. ഉപ്പേരി വെക്കാനായിട്ട് ഞാൻ ബീട്രൂട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഒന്നിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്കും കൊണ്ടുപോകാനായിട്ടും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ ചോപ്പറിലേക്ക് ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഏട്ടനിങ്ങനെ പറയുന്നുണ്ട്, നീ ഇതൊക്കെ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഏട്ടൻ്റെ ഫോണിന് എന്തോ ഒരു സെറ്റിങ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അതൊക്കെ ശരിയാക്കി കൊടുത്ത്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ആൾ പോയി. ഞാൻ വേഗം പണി തീർക്കുന്ന തിരക്കിലാണ്. മോന് 8:20 ബസ് വരും. അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആവുകയും വേണം. പച്ചക്കറിയൊന്നും ആൾക്ക് തീരെ താല്പര്യമില്ല. എന്നാലും ഞാൻ വെച്ച് കൊടുക്കും. സ്കൂളിൽ നിന്നാകുമ്പോൾ കുട്ടികളെ കൂടെ ഇരുന്ന് കഴിച്ചോല്ലോ. കൊണ്ടുപോകുന്നത് എന്തായാലും കഴിച്ചിട്ടേ വരൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കും. കൂടെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കാമെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടുപോകുന്ന ഭക്ഷണം തിരിച്ച് കൊണ്ടുവരാറില്ല. എപ്പോഴൊന്നും ഞാൻ ഫുഡ് കൊടുത്തു വിടാറില്ല. എപ്പോഴെങ്കിലും. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ഒരു 2 തവണ 3 തവണയേ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാൻ പിന്നെ അത് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നേരത്തെ കാണിച്ച ചോപ്പറിൻ്റെ കൂടെ വാങ്ങിയ ഒരു പാത്രം കൂടാണ് അത്. നല്ല ഉപകാരമാണ് രണ്ടും. ഒരു 6-6:30 ആയപ്പോൾ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ നിൽക്കണം. ഒന്നെങ്കിൽ ഇരിക്കണം അല്ലെങ്കിൽ നിൽക്കണം. അത് നിർബന്ധമാണ്. ആൾ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം രാവിലത്തേക്ക് കഴിക്കാൻ വേഗം ആക്കി കൊടുത്തു. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. യൂണിഫോം ഇട്ട് അങ്ങ് പോകാനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം അപ്പവും പാലുമാണ് ആക്കിയത്. പിന്നെ ഏട്ടന് പുട്ട് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഏട്ടന് പുട്ടുമാക്കി, മക്കൾക്ക് വെള്ളപ്പവും പാലും ആക്കി. അത് ഞാൻ വേഗം കൊണ്ടു കൊടുത്തു. ആൾ വേഗം അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമാധാനമാണല്ലോ. പകുതി പണി അവിടെ കഴിയും. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾ പിന്നെ കുറച്ച് നേരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ആളാണ് പതിവായിട്ട് എപ്പോഴും എടുത്ത് വെക്കാറ്. പിന്നെ ഇന്ന് ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ആൾ ടൈം ഉണ്ടായപ്പോൾ കുറച്ച് ഇരുന്ന്. സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഏട്ടനും ഞാനിവിടെ ബസ് കയറ്റി വിട്ടു.